ആലപ്പുഴ കായംകുളം എബ്നൈസർ ആശുപത്രിയിൽ പനിക്ക് ചികിത്സയിലായിരുന്ന 9 വയസ്സുകാരി മരിച്ചു. ചികിത്സാ പിഴവ് ആരോപിച്ച് ബന്ധുക്കൾ ആശുപത്രിയിൽ പ്രതിഷേധം നടത്തി. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മണ്ടാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കായംകുളം കണ്ണമ്പള്ളി സ്വദേശി അജിത് ശരണ്യ ദമ്പതികളുടെ മകൾ ആദിലക്ഷ്മിയെ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പനിയും വയറുവേദനയും തുടർന്ന് എബനൈസർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ഇന്ന് രാവിലെ ICUവിലേക്ക് മാറ്റി. 8 മണിയോടെ മരിച്ചു. കുട്ടിക്ക് മതിയായ ചികിത്സ നൽകാത്തതാണ് മരണകാരണമെന്നാണ് ബന്ധുക്കളുടെ പരാതി. തുടർന്നിവർ ആശുപത്രി വളപ്പിൽ പ്രതിഷേധിച്ചു. ആശുപത്രി കൊണ്ടുപോകാം, വേറെ മാർക്കൊണ്ടുപോകാം ഇവർ സമ്മതിക്കുന്നില്ല. ഇവർ കാണാൻ സമ്മതിക്കാറുണ്ട്. ഇന്നലെ ചോദിച്ചു, അപ്പോൾ പറയുമ്പോൾ എല്ലാം ടെസ്റ്റുകളാണ് നടത്താൻ ആവശ്യപ്പെടുന്നത്. ആ ടെസ്റ്റ് എല്ലാം നടത്തുന്നുണ്ട്. ഇത് നടത്തുന്നുണ്ടെങ്കിലും എൻ്റെ കുഞ്ഞിനെ വേറെ ഹോസ്പിറ്റലിലോട്ട് വിടാൻ അവർ തയ്യാറാകുന്നില്ല. ഇന്ന് രാവിലെ എൻ്റെ വൈഫ് ചോദിച്ചു, എൻ്റെ വൈഫ് പറഞ്ഞു വേറെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാം. എന്നിട്ട് വരെ കൂട്ടാക്കിയല്ലേ പിന്നെ പിടിച്ചു ശരീരം മൊത്തം തണുത്തിരിക്കുന്നു കുഞ്ഞിന്. കായംകുളം DYSP ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടാണ് സംഘർഷാവസ്ഥയ്ക്ക് അയവ് വരുത്തിയത്. കായംകുളം സർക്കാർ LP സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആദിലക്ഷ്മി. ചികിത്സയിൽ ഒരു വീഴ്ചയും വന്നിട്ടില്ലെന്നാണ് എബനൈസർ ആശുപത്രിയുടെ വിശദീകരണം. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.